Hey all, good morning, assalamu alaikum and welcome back to my channel. Yes, അപ്പോൾ ആദ്യത്തെ അത്താഴത്തിന് നമ്മൾ എണീറ്റിരിക്കണതാണ്. സത്യം പറയാനും കണ്ണുറക്കാൻ പോലും പറ്റണില്ല ഗൈസ്. അത്രക്ക് ഉറക്കപ്പിച്ചാണ്. നമ്മൾ ലേറ്റല്ലേ ഉറങ്ങണത്. ഇനി സെറ്റായിട്ട് വരണം. നേരത്തെ ഉറങ്ങിയിട്ട് വേണം എണീക്കാൻ. എനിക്ക് കണ്ണുറക്കാൻ പറ്റില്ല. മൊത്തത്തിൽ പണി പാളിയിരിക്കണം. സോനോടുണ്ട്. എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുള്ള ഗൈസ്. അത്ര ഉറക്കപ്പിച്ചാണ്. അയ്യോ, എന്താണ് കഴിക്കണ്ടെന്ന് നോക്കണം നമുക്ക്. ഗുഡ് മോർണിംഗ്. നമ്മൾ ഐറ്റംസ് ഒക്കെ ടേബിളിൽ തന്നെ ഉണ്ട്. ഞാൻ സോനിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് നാളെ രാവിലെ വെക്കാം. കണ്ടില്ലേ, നിങ്ങളല്ലാതെ സ്നിക്കേഴ്സ് കഴിച്ചത് ഇവിടെ വന്നിട്ട് ഞാൻ ഫുള്ള് ഞാനല്ലാതെ ഫുള്ള് ഞാനും ബേബി പേടിക്കണായിരുന്നു. സോൺ തട്ടിപ്പോ പറ്റൂലല്ലോ ഫുഡ് കഴിക്കാതെ. ഓട്സാണോ? സോൺ ഓട്സ് ഉണ്ടാക്കാൻ പോവാം. എല്ലാ പ്രോട്ടീനും കഴിക്കാൻ കഴിച്ചു. കുറച്ച് മുട്ട, കുറച്ച് പ്രോട്ടീൻസ്, കുറച്ച് നട്ട്സ്. ഒറ്റ ദിവസം ഉണ്ടാവുള്ളൂ കേട്ടാ. പിന്നെ എനിക്കില്ല. 3-ാം ദിവസം ഉറക്കുമായിരിക്കും. സുഖം ഉറങ്ങി എഴുന്നേറ്റിട്ട് കഴിച്ചെന്തെങ്കിലും ഇല്ല വേണ്ടെന്നിരിക്കും. ഒക്കെ കഴിക്കാൻ പറ്റും. പിള്ളേർക്കൊക്കെ പറ്റൂല. പോവാൻ 7 മണിക്ക് അവർക്ക് പോകണം. അവർക്ക് 8 മണിക്ക് ക്ലാസ് തുടങ്ങൂലേ. അപ്പൊ ഞാനൊക്കെ കഴിക്കണില്ല, കിടക്കണം. പക്ഷെ എല്ലാം മുമ്പും പിടിക്കും. അവള് മിസ്സാക്കൂല. പീരിയഡ്സ് ടൈമിൽ മാത്രം മിസ്സാക്കുള്ളൂ, അല്ലാതെ എല്ലാം പിടിക്കും. ഇന്ന് വി ആർ നോട്ട് പ്രിപ്പയർഡ് റൈറ്റ്. നമുക്ക് ഭയങ്കര പ്രിപ്പയർഡ് അല്ല നമ്മൾ. ഇന്ന് ഫസ്റ്റ് ആയതുകൊണ്ട് പിന്നെ ഇന്നലെ പുറത്ത് പോയി വന്നിട്ടും ഭയങ്കര ടയർഡായില്ല. അത് തലേദിവസം വെച്ചിട്ടാണല്ല, തലേദിവസം എല്ലാം ലാസ്റ്റ് മിനിറ്റ് വെച്ചിട്ടാണ്. ഫുൾ ബിസി. അല്ല, നമ്മ എപ്പോഴും പറഞ്ഞല്ലേ ഈ പ്രാവശ്യം എന്തായാലും ടഫ് ആവും. കാരണം നമ്മ ഫുള്ള് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ബിസി ആയതുകൊണ്ട് തലേദിവസം പോയത് എന്താ ഭയങ്കര ടഫായി പോയി, വയ്യാതെ പോയി. അല്ലെങ്കിൽ 2-3 ദിവസം മുമ്പ് പോകണം. പിന്നെ വന്നിട്ട് സാധനങ്ങളൊക്കെ സെറ്റാക്കണം. ഇന്ന് പക്ഷെ അങ്ങനെയൊന്നും അല്ല, ഒന്നും സെറ്റാക്കിയിട്ടില്ല. അവിടെ ഉണ്ട്. ഇനി പോകുന്തോറും റെഡി ആവുമായിരിക്കും. അപ്പോൾ ഞാനൊന്ന് പോയി ഇരിക്കട്ടെ. ഓട്സൊക്കെ കേൾക്കട്ടെ. എനിക്ക് വേണ്ട കേട്ടോ, എനിക്കൊന്നും വേണ്ടെന്ന്. സെറ്റാവണം. തണുത്ത വെള്ളം ഒന്നേക്കണ്ടേ ഇരിക്കട്ടെ. ബേബി എന്താ കഴിക്കണേ? ഞാന് മറ്റേ നട്ട്സും പിന്നെ ഹിന്ദുക്കളും ഡേറ്റ്സും ബുൾസൈ, എഗ്, നട്ട്സ്. സോന ഫുൾ പൊളിക്കണാണ് ഈ പ്രാവശ്യത്തെ നോമ്പ്. ഞാനും ബേബി ഒരേ വൈബ്. നാസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിച്ചേ. നാളെ മുതലുണ്ടാവും. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടിട്ട്. ഇന്നലെ നമ്മൾ മീൻ കറിയല്ലേ, അപ്പോൾ അത് ഒരിക്കലും പറ്റൂല. അത്തരത്തിൽ കഴിക്കും. ബേബിക്ക് വേണോ ചോറ്? ഇതാണ് നിങ്ങൾ കാണണ്ടേ ഗൈസ്. കട്ടാക്കിയതാണോ? എടുത്തോ. നല്ല 2 ബുൾസായി ഓട്സ്. സോണിന്ന് പൊളിക്കും ഫസ്റ്റ് അത്താഴം. ഇതാണ് പ്രശ്നം. 4-5 ഐറ്റം ഉണ്ടാക്കി അടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ വന്ന് കൺഫ്യൂഷൻ, ഞാൻ എന്ത് കഴിക്കും ആദ്യം. എന്താ സോന ഇത്ര ഐറ്റംസ് കഴിക്കാനുള്ളൊരു മൂഡ്? ഫൈബർ, പ്രോട്ടീൻ, ഫ്രൂട്ട്സ്. കാണാട്ടാ 30 ദിവസം ഉണ്ട് നോമ്പ്. കാണാൻ. ഫൈബർ എവിടെ പോയി? പ്രോട്ടീൻ എവിടെ പോയി? അയ്യോ, അത്ഭുതം.
ബേബിക്കോ തീരുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് പുൽസേ ഒന്നും തിന്നാൻ തോന്നണില്ല. ചായ് പിന്നെ എന്ത് ചെയ്യാ? ചായ് ബട്ടി എനിക്കൊട്ടും തോന്നിയില്ല. എനിക്ക് വല്ല പത്തിരും ബീഫ് ഉണ്ടായാൽ തോന്നി എന്നെ തിന്ന. പുട്ട് ബീഫ്, പത്തിരി ബീഫ്, അതെന്നെ തോന്നി. നാളെ മുതൽ ഉണ്ടാവും ഇൻഷാല്ലാ. പുട്ടും ബീഫ്. അല്ല ബീഫ് എന്തായാലും ഉണ്ടാവുമല്ലോ. എനിക്ക് കറി നാശമൊക്കെ വേണം. എനിക്കതാ ഇഷ്ടം. പപ്പ വിളിച്ചായിരുന്നു എണീറ്റാന്നൊക്കെ ചോദിച്ചു. എങ്ങനെയുണ്ട് ബുൾസായ? ഇന്നലെ നമ്മളോട് ബുൾസൈ പോലെ ഉണ്ട്. ഉണക്കച്ചെമ്മീൻ എങ്ങനെയുണ്ട്? ഉണക്കച്ചെമ്മീൻ പോലെ ഉണ്ട്. ഉണക്കച്ചെമ്മീനി ബുൾസൈ. ഇന്നത്തെ വിശപ്പായിരുന്നു ഒരു വിശപ്പ് അല്ലേ? ഓ, ഞാൻ തളർന്നു പോയി. അപ്പൊ ഇന്നങ്ങനെ ആയാലും എന്ത് ചെയ്യും നീ? ഇതൊക്കെ കഴിച്ചില്ല ആവൂല എന്നാണ് എൻ്റെ വിശ്വാസം. കറക്റ്റ് പ്രോട്ടീനും വിറ്റമിൻസും കറക്റ്റ് ഫുഡൊക്കെ പോയി അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. ആ പേടി കൊണ്ടാണ് ഇതിപ്പോ റിസൾട്ട് അല്ലേ? ഓക്കെ, ക്യാരി ഓൺ. എന്നോടും വിശ്വസിക്കും. ഹാപ്പി അത്താഴം ഗൈസ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ വന്ന് ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടി, സ്ലീപ്പിംഗ് ബ്യൂട്ടി. ഫുള്ള് ബെഡ് അവനെടുക്കും ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കാൻ. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്യട്ടെ. പിന്നെ ഡേ ടൈം ഫുള്ള് പണിയുള്ളതല്ലേ. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങളും അത്രയൊക്കെ കഴിച്ചിട്ടുണ്ടാവുമെന്ന്. ഇഫ് യു വോണ്ട് ഷെയർ എനിത്തിങ് യു ക്യാൻ ഷെയർ ത്രൂ കമൻറ്റ്സ്. അപ്പോൾ യാ, നമുക്കിനി കുറച്ച് കഴിഞ്ഞ് കാണാം. ഓക്കെ, ബൈ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ തുടങ്ങാതെ. ഗുഡ് മോർണിംഗ്. അതുകൊണ്ട് ഡാഡി അടുത്ത് പോയി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. സൈഗിന് ഇന്ന് സ്കൂളില്ല, ബിക്കോസ് അവൻ്റെ സ്കൂളിലത്തെ ആൾക്കാരൊക്കെ ട്രിപ്പ് പോകണാണ്. അപ്പോൾ സൈഗ് ഇസ് നോട്ട് ഗോയിങ്. അപ്പോൾ സൈഗു ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കും. സൈഗുവിന് നോമ്പല്ലേ സൈഗു? യാ, കണ്ടില്ലേ നമ്മുടെ സൈഗു നോമ്പൊക്കെ പിടിച്ചിട്ട് അടിപൊളിയായിട്ടിരിക്കണം. അയ്യ ഡിലിറ്റാ? ഇല്ല ഇല്ല, ചെയ്താ? ചിലതൊന്നും അതിൽ ഫോക്കസ് അല്ലാന്ന് തോന്നുന്നു. നോക്കിക്കോ. അപ്പോൾ ഞാൻ ഇപ്പോൾ വിചാരിച്ചു മോർണിംഗ് തന്നെ പരിപാടിയൊക്കെ തുടങ്ങാമെന്ന്. ബിക്കോസ് നമുക്ക് പാക്കിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതുമാകുമ്പോൾ കുറച്ച് ടഫായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ ഈ പണിയൊക്കെ തീർത്താൽ ദാറ്റ് മൈറ്റ് ബി ഈസി. അങ്ങനെ ഒരു പ്ലാനിൽ പോകാമെന്നാണ് വിചാരിക്കണേ. പക്ഷെ കിച്ചൺ ഈസ് നോട്ട് അറ്റ് ഓൾ റെഡി. ഒരു നോമ്പിന് വേണ്ടിയ ടൈപ്പ് ഇപ്പം അല്ല. സോ ഫസ്റ്റ് വാട്ട് ഐ വിൽ ഡു ഈസ് ഞാൻ ഫുൾ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ പണി തുടങ്ങാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജൊക്കെ സെറ്റാക്കണം ആദ്യം. അതൊക്കെ സെറ്റാക്കിയിട്ട് വിൽ സ്റ്റാർട്ട് കുക്കിംഗ്. വാട്ട് ഹാപ്പൻഡ് ടു ജോ? What happened? I can help you. Tell me. Where? Let's go where? ഇന്ന് ടാറ്റൊക്കെ പോകാൻ പറ്റൂല ഇടയ്ക്കിടയ്ക്ക്. നമുക്ക് പണിയുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. ലെറ്റ്സ് ഗോ ടു ദ കിച്ചൺ ആൻഡ് ക്ലീൻ ദ കിച്ചൺ ആൻഡ് ഫ്രിഡ്ജ് ഫസ്റ്റ്. പിന്നെ ലെറ്റ്സ് സ്റ്റാർട്ട് കുക്കിംഗ്. സോ ദിസ് ഈസ് ദ മെസ്സി കോലം ഓഫ് അവർ കിച്ചൺ. ഡോണ്ട് വറി, ഇതിങ്ങനൊന്നും ആയിരിക്കൂല. ഞാനിപ്പോൾ ഫുൾ ക്ലീൻ ആക്കാൻ പോവാം. നോട്ട് അറ്റ് ഓൾ ഗുഡ്. എനിക്കിങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വൈബ് ഉണ്ടാവില്ല. ആൻഡ് ഫ്രിഡ്ജ് ഇസ് ഓൾസോ നോട്ട് ഗുഡ്. നോ 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 നോ. ഓ മൈ ഗോഡ്. ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം. സോ എന്തായാലും ഒരു 1 to 2 hours അതിന് എനിക്ക് വേണം. സോ ഇപ്പം തന്നെ തുടങ്ങിയാലേ നമുക്കത് സെറ്റ് ആവുള്ളൂ. ആഹാ ആഹാ, close the fridge, close the door. Ebbo hand boo boo aum, we'll get boo boo. So yeah, let's clean the fridge and kitchen.
ഗൈസ് അങ്ങനെ പകുതി ക്ലീനിങ് കഴിഞ്ഞ് പിന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഒതുക്കിയ സെറ്റാവും. ഫ്രിഡ്ജൊക്കെ തുടച്ച് പിന്നെ ഐറ്റംസൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. എന്നിട്ട് വേണം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. ജൈഗിന് ഇന്ന് ക്ലാസ് ഇല്ല, ഞാൻ പറഞ്ഞല്ലേ നേരത്തെ. അവൻ്റെ ഫ്രണ്ട്സൊക്കെ ട്രിപ്പ് പോകുന്നതുകൊണ്ട് സുനുമോ പോയി, സോനുവിന് എണീച്ചിട്ടില്ല. ബേബി ഇപ്പം അപ്പുറത്ത് ഷൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. എബു ടി വി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് അപ്ഡേറ്റ്സ്. ഇത് ഞാനൊന്ന് കട്ടാക്കിയിട്ട് ഫ്രിഡ്ജ് വെക്കട്ടെ. ഇപ്പോൾ ഒരു 11:30-12 ആവാറായി. ഇനി വേണം ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ. അപ്പോൾ ഇന്ന് 1-2 ഐറ്റമേ കുക്ക് ചെയ്യുള്ളൂ. ഞാൻ എൻ്റെ മൈൻഡിലുണ്ട് എന്തൊക്കെയാണ്, നിങ്ങളെ കാണിച്ചു തരാം. Hi, Abu. My baby. My baby. Oh, my baby. Strawberry. Strawberry. Let's look out. Strawberry. Let's eat strawberry. No. Do not touch that. Oh, Keep it there. strawberry. Dada will be angry. Putty kalikan paadilla. No. Keep it there, baby. Hey. Hey. Blueberry. Cucumber. No, Abu. Huh? Endorappaanu. Cucumber. No, don't take it back. Cucumber. What do you want, baby? I want to use. You want to do? You want to do? Tweet. I want to use. Okay, I'll give you. Please wait. Mommy. Yes, baby. I want to use. I'll give you. Please wait. I want to use. More. Now it's fully ready. കുക്ക് ചെയ്യാൻ വേണ്ടി ഫുൾ സെറ്റപ്പ് ആയിട്ടുണ്ട്. അടിപൊളിയല്ലേ? I'll show you the fridge. Cut fruits. Oh, that's cute. Minute. Yes. Guys, അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് gonna sit for 5-10 minutes ഒന്ന് സെറ്റാക്കിയിട്ട് എന്നിട്ട് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും.
ഇന്ന് സ്പെഷ്യലായിട്ടൊരു പ്രോൺസ് സമോസ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ ചിക്കൻ സമോസ അല്ലേ കോമൺ, അതുകൊണ്ട് പ്രോൺസ് സമോസ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ. ഇന്നലെ അജിത്തൊക്കെ വന്നപ്പോൾ പ്രോൺസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പ്രോൺസ് ഫ്രൈ ഒക്കെ ചെയ്തിട്ട് വേണം സമോസ നമുക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി അതാണ്. സോ സ്റ്റേ ട്യൂൺ ടു വാച്ച് ദാറ്റ് റെസിപ്പി. ഓക്കെ. ഹായ് ഗൈസ്, അപ്പം ഞാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നില്ല, നിങ്ങളാരും കണ്ടില്ല. നേരത്തെ മഷുവിൻ്റെ സൈഡിലെല്ലാം ഒതുക്കൽ പറക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കുന്നുണ്ട്, എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എല്ലാവരും എഴുന്നേറ്റ എന്നൊക്കെ ചിന്തിക്കണമായിരുന്നു. യെസ്, നല്ല ഉറക്കമായിപ്പോയി. രാവിലെ അത്താഴത്തിന് എഴുന്നേറ്റ് സ്കെച്ചൊക്കെ കിടന്ന് പിന്നെ ഒരു 7 മണിയൊക്കെ വീണ്ടും എഴുന്നേറ്റ്. സുനുമോൾക്ക് ഇപ്പോൾ 10th ക്ലാസ് തുടങ്ങിയതുകൊണ്ട് അവൾക്ക് 8 മണിക്ക് മുമ്പ് സ്കൂളിലെത്തണം. അങ്ങനെ സുനുവിനെ ആക്കിയിട്ട് പിന്നെയും കയറി കിടന്നു. ഞാൻ പിന്നെ കയറി കിടന്ന് എഴുന്നേറ്റത് 12 മണിയായി, കുറച്ചധികം നേരം. ഇപ്പം എന്താണെന്നോടാ, എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ പിന്നെയും ഒരു ക്ഷീണം പോലെ. അന്ന് ഇതുപോലെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ തോന്നിയപ്പോൾ ഇതുപോലെ ടെസ്റ്റ് ചെയ്തായിരുന്നു, ഫുൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൽ അപ്പോൾ എന്തായിരുന്നു, ഷുഗർ ബോർഡർ ലൈനായിരുന്നു, വിറ്റമിൻ ഡിയുടെ കുറവുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ക്ഷീണം വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, അപ്പോൾ ഒരു 6 മാസം വിറ്റമിൻ ഡിയുടെ ടാബ്ലറ്റൊക്കെ കഴിച്ച് പിന്നെ കറക്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നപ്പോൾ എല്ലാം സെറ്റായിരുന്നു. ഇപ്പോൾ പിന്നെയും ഇത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതേ മഷു എംപ്രൂവിനെ കുളിപ്പിച്ച് സെറ്റാക്കി വരുന്ന സൗണ്ടാണ് ഇപ്പോൾ കേട്ടത്. അവൾ കുളിച്ച് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. മുഖമൊക്കെ വീർത്തിരിക്കണം, അത്ര നേരം ഉറങ്ങിയിട്ടാണ്. ആണോ മുഖം വീർത്തിരിക്കണത്? കാണില്ല. നല്ല ഫ്രെയിം ഞാൻ സെറ്റാക്കിയതാണ് അല്ലേ? പിന്നെ മാറ്റി വെച്ച. അപ്പോഴത്തേക്കും ഞാനപ്പോൾ ഈ മസാലയൊക്കെ എടുക്കണമായിരുന്നു. ഞാൻ കാര്യത്തിൽ നിന്ന് തെന്നിപ്പോയി. അപ്പോൾ കാര്യം പറഞ്ഞു വന്നത്, ഇന്നലെ നോമ്പിൻ്റെ സാധനങ്ങൾ ലാസ്റ്റ് ഡേയല്ലേ പോയത്. അപ്പോൾ രാവിലെ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ലാസ്റ്റ് ഡേ ഇറങ്ങിയത്. ഭയങ്കര എന്താ പറയണ, ഭയങ്കര ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയാലും ഭയങ്കര ഇങ്ങനെ കുറേ നടന്ന് പെട്ടെന്ന് എനിക്കൊരു വിറവൽ വരാൻ തുടങ്ങി. ഷുഗർ ലോ ആകുമ്പോഴാണല്ലോ എങ്ങനെ, ഞാൻ നെറ്റിൽ നോക്കിയായിരുന്നു. അപ്പോൾ ഷുഗർ ലോ ആകുമ്പോഴാണ് ഇങ്ങനെ വന്നതെന്ന് പറയണത്. അപ്പോൾ എന്താ ആക്ച്വലി എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ ഷുഗറിൻ്റെ പാരമ്പര്യമുള്ള ആൾക്കാരുകളാണ്. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ മരിച്ചത് തന്നെ ഫുഡ് എന്തോ കറക്റ്റായിട്ട് പോവാതെ ഷുഗർ ഹൈ ആണ് ലോ ആണ്, എന്താ സംഭവം എന്ന് പറഞ്ഞത്. ഹൈ ലോ എന്തോ ആകുമ്പോഴാണ് സൈലൻ്റ് അറ്റാക്ക് വന്നാൽ മരിച്ചത്. അപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ വിചാരിച്ചാൽ താഴ്ന്നോണ്ട് മരിച്ചു എന്ന് വിചാരിച്ച്. ഞാൻ ഇപ്പോൾ വിചാരിച്ചെന്തായാലും ഷോപ്പിംഗൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പോയി ഫുഡ് കഴിക്കാമല്ലോ എന്നുള്ള മൈൻഡിൽ നിന്ന് വെച്ചാൽ ലാസ്റ്റ് ബില്ലിങ്ങിൻ്റെ ടൈമായപ്പോൾ എനിക്ക് സ്വെറ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഈ സിംറ്റം എന്ന് പറഞ്ഞാൽ സ്വെറ്റ് ചെയ്യും, ഇങ്ങനെ വിറക്കും. അതാണ് ഫുഡ് വിശക്കുമ്പോൾ വിറക്കും എന്ന് അറിയില്ല. അതിങ്ങനെ വിറക്കാൻ തുടങ്ങും. ഇങ്ങനെ ആവാൻ തുടങ്ങിയത്, ഇങ്ങനെ അങ്ങനെ വിറക്കലും ഭയങ്കര സ്വെറ്റും ചെയ്യണം. അവസാനം മഷൂര് പേടിയായി നമ്മളെ തട്ടിപ്പോകും. മഷൂര് എംബ്രൂവിൻ്റെ ചോക്ലേറ്റ് സ്നിക്കേഴ്സ് ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചാൽ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ആ സ്നിക്കേഴ്സ് കഴിക്കണുണ്ട്. അപ്പോൾ വിശന്നാൽ ഞാനല്ലാതെ ആ സ്നിക്കേഴ്സ് കഴിച്ച് കുറച്ച് സ്കില്ലറ്റ്സ് മറ്റേ ക്യാൻഡി ഉണ്ടല്ലോ അതും കഴിച്ച് പിന്നെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു കോക്കനട്ട് ജ്യൂസ് ഉണ്ട്. ആ ജ്യൂസ് കോക്കനട്ട് ഷേക്ക് പോലത്തെ സംതിങ് അതും കുടിച്ച് കുറച്ചൊന്ന് ശരിയായി. എന്നാലും ഭയങ്കര തളർച്ചയായിരുന്നു എനിക്ക്. ഞാനൊരു വണ്ടിയിലൊക്കെ വരുമ്പോഴൊക്കെ ഉറങ്ങണം. അപ്പം ബസ് കഴിക്കണം, എന്താണെന്ന് വല്ല കുഴപ്പമുണ്ടാകുന്ന ഉറങ്ങി കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, വീട്ടിൽ എത്തി അപ്പം തന്നെ ഞാൻ ചോറും കറിയൊക്കെ കഴിച്ച് അത് കഴിച്ച് പിന്നെ ഞാൻ കുറേ നേരം കിടന്നു. വന്നിട്ടും കുറേ നേരം കിടന്നു. അപ്പോഴത്തേക്ക് എന്തെങ്കിലും സീനുണ്ടാകുന്ന കഴിച്ച് ഇവർ ചോദിച്ചു കിടന്നില്ല, ജസ്റ്റ് കിടക്കണമെന്ന് കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സെറ്റായി. അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ അമ്മച്ചിയുടെ പാരമ്പര്യം ഒന്നും തോന്നണം. അന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗർ ബോർഡർ ലൈനായിരുന്നു. ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം ഷുഗർ പെർമനൻ്റ് ആയാന്ന്. അത് ഡോക്ടർ പറഞ്ഞു, നോക്കിയില്ലെങ്കിൽ ഷുഗർ ആകും, ബോർഡർ ലൈനിലാണ് നിൽക്കണേന്ന്. പക്ഷേ ഞാൻ കറക്റ്റ് ടൈമിങ്ങിൽ കറക്റ്റ് ഫുഡ് മീൻസ് ഹെൽത്തി ഫുഡ്, ഇതുപോലെ പ്രോട്ടീൻസും മിനറൽസും ഫൈബേഴ്സ് കറക്റ്റ് ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു കറവലിൻ്റെ
ഒരു ഷുഗറിൻ്റെ സംതിങ്, അതെന്താണ് ഷുഗർ സ്പൈക്ക് അല്ല, ഷുഗർ ലോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് പോകണമെങ്കിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അത്താഴത്തിന് മുട്ടയെടുത്ത് ഫൈബറായിട്ട് ഓട്സ് എടുത്ത് ഒരു 4 പിസ്ത കഴിച്ച് അങ്ങനെയൊക്കെ കഴിച്ചത്. അത് വരാതിരിക്കണം, വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണം, കഴിച്ചത് സെറ്റായില്ലെങ്കിൽ അവരെ തളർന്നു പോകും. അപ്പോൾ പേടിയാണ് ഇങ്ങനെ ഹെൽത്തായിട്ട് പ്രോബ്ലംസ് ഉണ്ട്. അത് ഹെൽത്തി ലൈഫ് സ്റ്റൈലല്ല ഇപ്പോൾ പോണത്. അതുകൊണ്ട് തന്നെയാണ് തടി കൂടിയതും ഭയങ്കര പഫിനെസ്സും. രാത്രിയാണ് മെയിൻ ക്രീവിങ്സ്, എനിക്ക് രാത്രി ഐസ്ക്രീമും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. രാത്രി ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിക്കും. അങ്ങനെ ഒരു ക്രീവിങ്സ് ആണ്. അതിലേക്ക് ഒന്ന് കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിച്ചത് നടന്നില്ല. പക്ഷെ ഇപ്പം റമദാൻ വന്നിട്ട് കൺട്രോൾ ചെയ്യാമെന്ന് വിശ്വസിക്കരുത്. നമ്മളിപ്പോൾ ഓവർ ഈറ്റിംഗ് ആയിട്ട് നോമ്പ് തുറന്ന് പിന്നെ നാസ്ത അങ്ങനെ അല്ലാതെ ഒന്ന് പിടിക്കാമെന്ന് ഇതിൽ വിശ്വസിക്കണം. പിടിച്ചെങ്കിൽ ഹെൽത്ത് സെറ്റാക്കണം. അപ്പോൾ എത്ര നേരം ഉറങ്ങിയതിൻ്റെ ക്ഷീണമൊന്നും മുഖമൊക്കെ വീർത്തിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും മഷൂടെ ഫ്രിഡ്ജും ഏരിയയൊക്കെ ക്ലീൻ ആക്കിയെന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ മസാലകൾ എടുക്കണേ. നമ്മുടെ ചെമ്മീൻ സമോസ മഷൂൻ്റെ ഇപ്പം ഇന്നത്തെ സ്പെഷ്യല്. പിന്നെ ആസ് യൂഷ്വൽ കട്ട്ലേറ്റിനും സമൂസക്കും കഥ പറിച്ച് സുഹൃത്ത എന്താ കഥ പറഞ്ഞു തരാറ്? അല്ല, ഞാനിന്റെ ഹെൽത്തിനെ കുറിച്ചും ഞാൻ വേണമെങ്കിൽ തട്ടിപ്പോവാൻ എനിക്കെന്നെ ഫീൽ ചെയ്യുന്നില്ല. ഞാൻ തട്ടിപ്പോയിട്ട് വേണ്ടേ ഇനി? ഞാനും വേഗം തീറ്റിക്കണം. ഞാൻ എസ്പെഷ്യലി ചോക്ലേറ്റും അത് ഇത് എപ്പോഴെല്ലാം സ്നാക്ക് കൊടുക്കണേ. ഞാൻ പറഞ്ഞു, പക്ഷെ തട്ടിപ്പോ അത് എനിക്ക് നോക്കണം. ഇനിയിപ്പോ ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഇനി വിറ്റമിൻ്റെ ഡി ഡെഫിഷ്യൻസി. ഞാൻ നോക്കണം വിറ്റമിൻ ഡി എങ്ങനെ ഡെഫിഷ്യൻസി വേണ്ടിയെന്ന്. ഉള്ളതുകൊണ്ട് എല്ലാ വെയിലത്തും ഞാൻ നടക്കുന്നുണ്ട്. സ്കൂളിൽ കൊണ്ടാക്കുന്നുണ്ട്, വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്, ട്യൂഷനും കൊണ്ടുപോകുന്നുണ്ട്, ട്യൂഷനും കൊണ്ട് തിരിച്ചുകൊണ്ടുവരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ബ്ലിംബയുടെ ആയാലും പോസ്റ്റ് ഓഫീസിൻ്റെ ഒക്കെ ഇത് വരുമ്പോഴത്തേക്കും 12 തന്നെ പോകണം. പോസ്റ്റ് ഓഫീസ് വഴി അയക്കണത് ബ്ലിംബേൻ്റെ. അപ്പോൾ അങ്ങനെ വെയിലത്ത് മിക്കപ്പോഴും നടക്കണം. അതുകൊണ്ട് തന്നെയാണ് സ്കിന്നിന് ഡാമേജ് ആവണമെന്ന് തന്നെ. അപ്പം ഇങ്ങനെ വെയിലത്ത് നടക്കുന്ന എനിക്ക് വിറ്റമിൻ ഡി എന്താണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വെയിലിന് അത്ര പവർ ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും. അപ്പം ഇനി അതൊക്കെ നോക്കണം. കഴിഞ്ഞില്ലേ കഥ. ഇനിയിപ്പോൾ ആ ടെസ്റ്റൊക്കെ ചെയ്ത് ശരിയാണോ ഇല്ലേന്ന് നോക്കണം. അപ്പം ഓൾറെഡി ചെയ്താണ് എല്ലാം ഉള്ളതല്ലേ, ലൈക്ക് എന്താ വൈറ്റമിൻ അതേപോലെ ഉള്ളത് വെയിലുകളും മൊത്തം ഉള്ളതുണ്ട്. ഞാൻ എടുക്കട്ടെ. ഞാൻ പ്രോൺസ് ആണ് ഇന്ന് ഇത് ചെയ്യാൻ പോണത്, സമോസ. സോ ഇത് ജസ്റ്റ് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കാം. സാധാരണ നമ്മൾ പൊരിക്കണം അതന്നെ. അപ്പോൾ ബീഫും യൂഷ്വലി കട്ട്ലേറ്റ്. പിന്നെ ഞാൻ ലെമൺ ആക്കി വെച്ചിട്ടുണ്ട്, ജ്യൂസ് വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ജ്യൂസ് എന്താ വാട്ടർമെലൺ. സിമ്പിൾ ആയിട്ട് മതി. എല്ലാവരും മറ്റേ ലാസ്റ്റ് മിനിറ്റ് ആക്കിയോണ്ടാണ് ഈ ഒരു ഇത് കിട്ടിയത്, പണി കിട്ടിയത്. പക്ഷെ എന്ത് ചെയ്യാ, ലാസ്റ്റ് മിനിറ്റ് ആക്കിയില്ലെങ്കിൽ. അല്ല, ഇന്നലെ നമ്മ അതൊക്കെ സെറ്റ്, ഇന്നലെ ഞാൻ പോയത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടൈം കിട്ടിയാണ്. ഇന്നലെ സോൺ ചോദിച്ചു, എടി ഇതൊക്കെ ഞാൻ എടുത്ത് വെക്കട്ടെ ഫ്രിഡ്ജിൽ. ഞാൻ വേണ്ട, തൊട്ട് പോണത് എല്ലാം ക്ലീൻ ആക്കി വെക്കാം, എന്നാലും നമുക്കൊരു വൈബ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇന്നലെ തന്നെ തോന്നുന്നത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഫ്രിഡ്ജിൽ കുറെ വേണ്ടാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നേരത്തെ എല്ലാം സെറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല, കുറച്ച് ബിസി ആയിട്ട്. അല്ല, ഇപ്പൊ ഭയങ്കര ഒട്ടും ഇങ്ങനെ ബിസിനസ്സിന്റെ എല്ലാവരും ഇതിലും അല്ലാതെയും കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ ബിസിയാണ്. പറയാറാവട്ടെ. അപ്പൊ അതിന്റെ ഇതൊക്കെ ആയതുകൊണ്ട് ഈ പ്രാവശ്യം ഇങ്ങനെ ആയത് ഫസ്റ്റ്. പക്ഷെ ഞാനെന്താ ഫസ്റ്റ് അത്താണ് തന്നെ അടിപൊളിയായിട്ട് കഴിച്ചാ. അങ്ങനെ വേണം. സുര കഴിച്ചില്ല, സൈബ് കഴിച്ചില്ല. സൈബിന്റെ പിന്നെ സുനു വയ്യ, കഴിക്കാൻ വയ്യ മതി. സ്കൂളിൽ പോയി അവള് പറഞ്ഞുച്ചക്ക് അവളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ അങ്ങനെ ഇങ്ങനെ നടക്കുന്നത് ഫുഡിന്റെ ടൈം. അപ്പൊ ചെമ്മീല് മുളക് പൊടി, മഞ്ഞപ്പൊടി, പെപ്പർ ഇടണം. എന്നെ കാണുമ്പോ പോലെ എനിക്ക് അറിഞ്ഞൂടാ. ഈ ബോട്ടിലൊക്കെ മാറ്റണം. മേടിച്ചിട്ടുണ്ട് കേട്ടോ പുതിയത്, മാറ്റണം. മതി കുറച്ച് പെപ്പർ ഇട്ട് ഇനിയൊരു ഇത് 5-10 മിനിറ്റ് ഇതായാൽ മതി കേട്ടോ. ഞാനൊന്ന് ഫ്രീസറിൽ വെക്കാം പെട്ടെന്നാവാൻ വേണ്ടി. ആ ടൈമിൽ ഞാൻ മസാല ഒന്ന് ഇതാക്കാം. എന്നിട്ട് ഞാൻ സമോസക്കും ബീഫിനും കൂടിയാണ് സവാളയും പച്ചമുളകും
അല്ല ബീഫ് കട്ട്ലേറ്റ്. ബീഫ് കട്ട്ലേറ്റും കൂടി സവാളയും പച്ചമുളകും. രാവിലെ തന്നെ മോന് ഞാൻ മറ്റേ പൊറിച്ചു കൊടുത്തു ചിക്കൻ ബോക്സ്. ചിക്കൻ പൊരിക്കുമ്പോ കാണാം. ഞാൻ മസാല ഉണ്ടാക്കട്ടെ. സമോസ ചെയ്യാൻ പിന്നെ എല്ലാവർക്കും അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇത് മുളകില്ല, അതിലെ മുളക് ഞാൻ ഒരുമിച്ച് ആക്കാൻ തന്നെ പ്ലേറ്റ് ചെറുതെടുത്തേ. ഇതെടുക്കട്ടെ. അതെടുക്ക. അതിൽ 3 മുളകുണ്ട് കേട്ടോ. ഞാൻ മിക്സ് ആക്കാന്ന് വെച്ച്. രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് എടുക്കാന്ന്. വലിയ പ്ലേറ്റ് എടുക്കാം. അതെ ഞാൻ എടുത്തില്ല. അതോ 2 വലിയ പ്ലേറ്റിലേക്ക് ഇടുക, എന്നാലല്ലേ മിക്സ് ആവുള്ളൂ. സ്മാർട്ട് വർക്ക് ചെയ്യാം. പകുതി ഇടാം, എന്നിട്ട് താഴത്തെ ഇടാം. ഇതാകെയുള്ള സവാള ഇതും പച്ചമുളകും മാത്രം. എന്തായിരുന്നു മറ്റേ ഇതൊന്നും വേണ്ടല്ലേ, ഗാർലിക് വേണമെങ്കിൽ പേസ്റ്റ് ഇടണം. അപ്പോൾ നിങ്ങൾക്ക് ഇട്ടണമെങ്കിൽ ഗാർലിക്കും ഇച്ചിരി ഇഞ്ചിയാണ്, കഷ്ണമൊക്കെ ഇടണമെങ്കിൽ ഇടാം. കടിക്കണ ഇഷ്ടമല്ല, അല്ലാത്തവർക്ക് ഇച്ചിരി പേസ്റ്റ് ഇടാം. ജിഞ്ചർ ഗാർലിക്. എപ്പോഴത്തെ പോലെ തന്നെ സെയിം വ്യൂവേഴ്സ് ആയിരിക്കില്ലല്ലോ, സം ബിഗിനേഴ്സും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ്. ഇതിന് കുറച്ച് ഞാനപ്പോൾ കറങ്ങി വേണ്ടി ക്യാമറ നോക്കി കളക്കാൻ പറ്റുള്ളൂ. മതി, കുത്തല് വേണ്ട. അപ്പോൾ കട്ട്ലേറ്റ് നമ്മൾ ആദ്യത്തെ ദിവസം ഉണ്ടാക്കലുണ്ടാവുള്ളൂ, പിന്നെ ഡെയിലി സെയിം തന്നെ ആയിരിക്കും. ഡേ 1 നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഉപ്പൊക്കെ ഇട്ട് ഇടാലോ, വേണമെങ്കിൽ അങ്ങനെ ഡേ 1 എല്ലാവർക്കും ഒരു ബ്ലിങ്കറ്റ് സ്റ്റാർട്ടപ്പ് കിട്ടണം. മുളക് പൊടി ഇട്ട് പിന്നെ ഡെയിലി യൂഷ്വൽ തിങ്ങാവും. മുളക് പൊടി, ഫിഷ് മസാല, പൊടിക്ക് ഫിഷ് മസാല, ചെമ്മീൻ. എക്സ്പെരിമെൻ്റ് ആണ്, ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഇത് കഴിച്ചിട്ട് ഞങ്ങൾ അഭിപ്രായം പറയാം. പെപ്പർ, ഗരം മസാല ഒന്നും ഇടുള്ളൂ. ഞാൻ പറഞ്ഞുകൊണ്ട് ഗരം മസാല ഇടും. എൻ്റെ കൈ ഇവിടെ ബാലൻസ്. ഇതെന്താ ഗരം മസാല. ഗരം മസാല ഇട്ട് അപ്പോൾ അതിൽ മുളക് പൊടി ഇട്ട്, പെപ്പർ പൊടി ഇട്ട്, ഒരു ഇച്ചിരി ഫിഷ് മസാലപ്പൊടി ഇട്ട്, ഗരം മസാല ഇട്ട്, ഉപ്പിട്ട്, അത് തുള്ളിയെല്ലാം ഇട്ടോളൂ. അറിയില്ല അങ്ങനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലേക്ക് മല്ലിയില ഇടും. മറ്റു കട്ടല. ഞാനിന്ന് തല പൊക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് ഞാൻ പ്രിപ്പയർഡ് അല്ല. എല്ലാം ക്ലീൻ ആക്കിയൊന്നും ഞാൻ ഹാപ്പിയായി. പക്ഷെ വലിയ വലിയ ഐറ്റംസും വലിയ റെസിപ്പീസും ഒക്കെ ഉണ്ടാക്കാൻ ഞാൻ പ്രിപ്പയർഡ് അല്ല. ബിക്കോസ് അതൊക്കെ എനിക്ക് പ്ലാൻ ചെയ്യണം. എന്നാലും ഞാൻ ഇന്നലെ ഒന്നും പ്ലാൻ ആക്കില്ല. രാവിലെ എണിച്ചിട്ടാണ് എല്ലാം ഞാൻ വിചാരിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾക്ക് വെറൈറ്റി റെസിപ്പീസ് ഒക്കെ ഇൻഷാല്ലാ ഞാൻ ട്രൈ ചെയ്യാം. പിന്നെ നിങ്ങളുടെയൊക്കെ വെറൈറ്റി റെസിപ്പി ഉണ്ടെങ്കിൽ അയച്ചു തരിക. അത് ട്രൈ ചെയ്ത് നിങ്ങളെ പേരൊക്കെ പറയാം. ഇത് ഇന്നയാളുടെ റെസിപ്പിയാണ്. സിമ്പിൾ അയച്ചാൽ മതി. നല്ല വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഈസിയാണ്. പക്ഷെ എന്നാൽ വെറൈറ്റി ടേസ്റ്റി സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു തരിക. ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ സ്പെഷ്യലാണെന്ന് പറയാം. എന്നിട്ട് അതുപോലെ ആയാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതില് നമ്മൾ പ്രോൺസ് ഫ്രൈ ആക്കിയിട്ട് ഇടും. ഓക്കെ, പ്രോൺസ്. മസാല റെഡി. അപ്പം ഇതാണ് മസാല. ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ പൊരിച്ചിടുന്നതാണ്. ഇതാണ് സാധാരണ മലയാളത്തിൽ പറഞ്ഞത്. ഓക്കെ,
ഗൈസ് എന്റെ പ്ലാൻ ഇത് ഇങ്ങനെ തന്നെ ഇട്ടിട്ട് സമോസ ചെയ്യാന്നായിരുന്നു. കടിച്ചടിച്ച് അപ്പൊ എക്സ്പീരിയൻസ് ഇല്ല, ആൾക്കാർ വീട്ടിൽ വേണം പ്ലീസ്. അപ്പൊ അവർക്ക് മണ്ടത്തറ കാണിക്കാതിരിക്കാം. സോ പറഞ്ഞത് നമുക്ക് ക്രഷ് ചെയ്തിട്ടിടാം, ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നുണ്ടല്ലോ കൂടെ. ജസ്റ്റ് ഒന്ന് ക്രഷ് അതിന്റെ ഫ്ലേവർ കിട്ടിയാൽ ഫ്ലേവർ ഉണ്ടാവും. ഭയങ്കര കടിക്കാനൊരു ഇതുണ്ടാവും. അപ്പോൾ അവർ ചൂടാറിയിട്ട് ക്രഷ് ചെയ്യും അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഈ എണ്ണ തന്നെ മസാല മാറ്റി വെച്ച മസാല ഒന്നുകൂടി ഒന്ന് സോട്ട് ചെയ്യാം. എന്നിട്ട് ആ ക്രഷ് ചെയ്ത ഇതും നമുക്ക് കഴിക്കും. ഒരു ഉള്ളി ഫ്ലേവേർഡ് പ്രോൺസ് ബിരിയാണി എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ആദ്യമേ പൊരിച്ചിട്ട് അതിലേക്ക് ഇട്ട് മസാല ആക്കിയാൽ മതി. ഏതായാലും മതി. ഇതിപ്പോ ആ മസാല വേസ്റ്റ് ആവൂലല്ലോ. നല്ല ഫ്ലേവറായിരിക്കും. യെസ്, I think this will be good. Please try. ഒരു 1/4 കിലോ 1/2 കിലോ ഉണ്ടായാൽ മതി. നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർ കൂടുന്നതനുസരിച്ച് ചെമ്മീൻ കൂട്ടുക. 100 കിലോ പറയുള്ളൂ. ഞാൻ ഒരു കിലോ ചെമ്മീൻ പറഞ്ഞാൽ നമ്മൾ ക്ലീൻ ആക്കി ഒരു 1/2 കിലോ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് 1 കിലോ വേണമെങ്കിൽ 2 കിലോ എടുക്കണം. 5 കിലോ ഒക്കെ എടുക്കും. 5 കിലോ എടുത്തപ്പോൾ ആ കണക്ക് ഞാനിങ്ങനെ കൂട്ടി വരുമ്പോഴത്തേക്ക് രാവിലെ ആവും. ഇടട്ടെ, കുഴപ്പമുണ്ടാവോ? ഇത് മിക്സ് ചെയ്യല്ലോ. അല്ല, ഞാൻ എന്നാലും പ്ലാസ്റ്റിക് ആയിപ്പിട്ടോ. ഇപ്പോൾ ഒന്ന് ചൂടാറായിട്ടുണ്ടാവും. പ്ലാസ്റ്റിക് ആണല്ലോ. 1 കണ്ടല്ലാന്ന് വിചാരിച്ചത് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇച്ചിരി എങ്ങനെ സെറ്റപ്പ് അതന്നെ നടുക്കോട്ട് വെക്കുക. ആ ഓട്ട കറക്റ്റ് ആകുക. ഇതുകൊണ്ടാണ് ഞാൻ ഇതിലൊക്കെ ഇടാത്തത്, ഞാൻ മുറിക്കണത്. ഓക്കെ, വലിക്ക്. റെഡി സ്റ്റഡി ഗോ. റെഡി സ്റ്റഡി ഗോ. ജസ്റ്റ് മതി മതിയല്ല. നോക്കിയേ കഷ്ണങ്ങൾ വലിയ വലിയ കഷ്ണമുണ്ടോ? ആ ഇനിയുണ്ട് വലിയ വലിയ കഷ്ണങ്ങൾ. ഒന്ന് നോക്കി എടുത്താൽ മതി. ഒന്ന് ക്രഷ് അവിടെ കരിഞ്ഞു പോവും മസാല. ചെറിയ ചെറിയ ചങ്ക്സ്. അതാണ് മൂത്തൊരു വീട്ടിൽ വേണമെന്ന് പറയണം. നമ്മൾ കുറച്ച് ചെറിയ ചെറിയ നമ്മൾ ചിക്കൻ്റെ ചങ്ക്സ് കിടക്കണ പോലെ ചെമ്മീൻ്റെ ഇങ്ങനെ ചെറിയ ചെറിയ ഇത് ഓഫ് ചെയ്യാതെ ഓഫാക്കി. അത് കഴിഞ്ഞ് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ കരിഞ്ഞ് ഇതാവും ചൂടുകൊണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചെമ്മീനും ക്രഷ് ആക്കാൻ പോവുകയാണ്. മഷി നല്ല രസമല്ലേന്ന് എബു നോക്കണോ? ഒക്കെ കേക്ക് നിന്നോട്ട്. എന്താ എബു? നമ്മുടെ വീട്ടില് എബു പ്രോൺസ് തിന്നൂല, സൈഗു പ്രോൺസ് തിന്നൂല. തിന്നും. സൈഗോനെ എന്തോ പുഴു കിടക്കണ പോലെയത്തെ ഫീലാന്ന് പറയും. അതിങ്ങനെ ചെമ്മീൻ വെന്ത് വരുമ്പോൾ ചുരുണ്ട് വരുമല്ലോ, അതുകൊണ്ട്. യെസ്, അങ്ങനെ നമ്മുടെ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. സമോസൊക്കെ എടുക്കാം. ഇത് വേറെ എന്തെങ്കിലും ഇങ്ങനെ കറികൾ റോളിനൊക്കെ എടുക്കാം. റോൾ ഫില്ലിങ്സ് ആയിട്ടൊക്കെ നമുക്ക് എടുക്കാം. യെസ്, എബു ഇവിടെ വരാൻ ആരാ പറഞ്ഞേ? പോയിട്ടുണ്ട്. എബ്രുവിൻ്റെ പുറകെ പോയിട്ട്. Very good idea you have given me. Impressed. ഇടാ മസാല ഭയങ്കര അതില്ലെങ്കിൽ മണ്ടത്തറ കാണിച്ചു. വലിയ വലിയ കഷ്ണങ്ങളായിട്ട് അങ്ങനെ ഇട്ടാണ് അത് ഭയങ്കര വലിയ മണ്ടത്തറ. So the masala is ready. ഈ മസാല ചോറിനെടുക്കാല്ലേ? കണ്ടിട്ട് അങ്ങനെ ഇല്ലേ ഒരു വലത്തോല. ഇനി ഇത് നമുക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, സമൂസ ഫില്ല് ചെയ്യണ പോലെ ഉണ്ട്. സോന അടുത്ത കറിക്കുള്ളത് മുറിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ട്വിസ്റ്റ് ഈസ് ബീഫ് ഇല്ല, ഇതുവരെ മേടിച്ചിട്ടില്ല. ഇനി മേടിക്കണം. ഇപ്രാവശ്യം എല്ലാം ലാസ്റ്റ് മിനിറ്റ്. പക്ഷെ നമ്മൾ ഇഫ്താർ പൊളിയായിരിക്കും എനിക്കോർമ്മ. അപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. അറിഞ്ഞില്ലെങ്കിൽ യൂട്യൂബിൽ ഉണ്ടാവും, നോക്കി പഠിച്ച്
സമോസ സമോസ ഷീറ്റ് അതല്ല സമോസ ഷീറ്റ് മനുഷ്യർ കിട്ടുന്നതായിരിക്കും. പറഞ്ഞാൽ സമയമില്ലേ അതുകൊണ്ടാണ്. രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും സമയം ഇങ്ങനെ ചെറുന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഇത് ഫോൾഡ് ചെയ്ത് വെക്കട്ടെ. എന്നിട്ട് വേണം ബീഫ്. പിന്നെ നമുക്ക് ഗ്ലാസ് ഇല്ല. ഇന്നലെ മെയിനായിട്ട് പോയത് ഗ്ലാസ് മേടിക്കാനാണ്. പക്ഷെ നമ്മൾ ഗ്ലാസ് മേടിച്ചിട്ടില്ല. ഇവിടെ ഉള്ളതൊക്കെ നമ്മൾ അന്തസ്സായി പൊട്ടിച്ച് തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പോയി ഗ്ലാസ് മേടിക്കണം. ഇവിടെ അടുത്ത് അവിടെ ടേബിളിൽ നിറച്ച് സാധനങ്ങളോ പകുതി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പകുതി ഉണ്ട്. അത് കളിച്ചോണ്ടിരിക്കാം. നമുക്ക് ഡാഡാന്നൊരു വീട് വിളിച്ചാൽ മതി. ഓടും ബൗളെടുത്തായിരുന്നു. ബൗളുണ്ടോ? പിന്നെ മഗ്ഗെടുത്തു. മഗ് ഗ്ലാസ് അയ്യോ കറി ബോളോടെ ടേബിളിൽ കണ്ടില്ലല്ലോ. എടുത്തില്ലേ? സെലക്ട് ആക്കണുണ്ടായിരുന്നു ബേബി. എന്റെ പേര് അറേഞ്ച് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇല്ലെങ്കിൽ അമ്മ ഗ്ലാസും ബൗളും മേടിച്ചു. നോക്കട്ടെ. കറി ബൗള് 3 എടുത്തതല്ലേ? ആ ടേബിളിൽ ഉണ്ടോ? എനിക്കൊരു ഓർമ്മ വെച്ച പോലെ ഓർമ്മ ഉണ്ട്. റാഷ് തീം പിടിക്കാന്ന് വിചാരിച്ചു. വൈറ്റ് വാഷ് വേണം. ഇപ്പൊ അവൻ പ്ലേറ്റ് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ ചെറിയ പ്ലേറ്റ് ഒക്കെ കൊണ്ടുവന്ന് വെച്ച് എന്തെങ്കിലും ഒപ്പിക്കുമെന്ന് ഒപ്പിച്ചിട്ട്. അപ്പൊ ബീഫ് കറിക്കുള്ള മസാല എടുത്തുകൊണ്ടിരിക്കുന്നു. ബീഫ് കട്ട്ലേറ്റ് ഉള്ളതിന് ബീഫ് വരുമ്പോഴത്തേക്ക് ആ പൊട്ടറ്റോയും ബീഫും കൂടി ഒരുമിച്ച് വെക്കും. കട്ട്ലേറ്റ് ഉണ്ടാക്കണേ സോണിന്റെ സ്റ്റൈലിൽ. അതല്ലേ ബീഫ് ഇന്ന് മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സുവർണ്ണ കാണിച്ചു കൊടുക്കണേ ആയിട്ട്. ബിഗിനേഴ്സ് ബീഫ് വരണ്ടേ? നീ ഇവിടെ ബീഫ് വന്നാലല്ലേ അത് ഉണ്ടാക്കി കടിക്കാൻ പറ്റുള്ളൂ. ഇവര് ബീഫും മറ്റേ ഗ്ലാസും മേടിക്കാൻ പോയി വരുമ്പോഴത്തേക്കും ഞാൻ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം ബീഫ് കട്ട്ലേറ്റ്. അപ്പൊ എല്ലാരും എല്ലാ വർഷവും കാണണ്ടേ നമ്മുടെ കൊച്ചി സ്റ്റൈൽ ബീഫ് കട്ട്ലേറ്റ്? ആക്ച്വലി ഈ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് കാണിക്കാറില്ല. നമ്മൾ ആദ്യം HLC-യിലുള്ളപ്പോൾ നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിച്ച് നമുക്ക് കാണിക്കാറില്ല. ബിഗിനേഴ്സിനും അറിയാത്ത കാണിക്കുന്നതായിരിക്കും. എന്തുമാണ് ആ സവാളക്ക് എരിവാണ്. മണം? എനിക്കിഷ്ടമല്ല സവാളയുടെ സ്മെല്ല്. ജൈവ ഛർദ്ദിക്കും അതിന്റെ മണം കേട്ട. So guys, the samosa is ready. Special prawn samosa is ready, and Sonu is going to prepare some special strawberry shake. എനിക്ക് സ്ട്രോബെറി കഴിക്കാൻ ഇഷ്ടമാണ്. ഷേക്ക് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി ഗുഡ്. കുറച്ച് മധുരം അധികം ഇടേണ്ടി വരും അല്ലേ? ഒറിജിനൽ സ്ട്രോബെറി അങ്ങനെ ഉണ്ടോ? ഇതൊക്കെ അതിൻ്റെ ലീവ്സ് ഒക്കെ കളഞ്ഞ് കഴുകി. സോനൊന്ന് ആ സ്ട്രോബെറി ഇങ്ങനെ പിടിച്ച നോക്കട്ടെ, ഒരു വൈബ് എങ്ങനെ ഉണ്ടാവും കാണിച്ച. അങ്ങനെയല്ല, ഫുൾ ബൗള്. കൊള്ളാം, സ്ട്രോബെറി വർഷത്തെ കൊള്ളാം, നല്ലുണ്ട്. ഓക്കെ, നീ ഷേക്ക് ആക്കിക്കോ, ബീഫ് കൊണ്ടുവരാം. ഓക്കെ, ബൈ. ബേബി അവിടെ ബിസിയാണ്, അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്നാക്ക് ഇന്ന് 2 അല്ലേ, അപ്പോൾ പെട്ടെന്ന് കഴിയും. ഒരെണ്ണം ഓൾറെഡി കഴിഞ്ഞല്ലേ, ഇനി ബീഫ് വന്നിട്ട് സോന് കട്ട്ലെറ്റ് വെക്കും. സോ ഐ തോട്ട് ഇപ്പോഴത്തെ പാക്കിംഗ് ഒക്കെ എന്തായി ഒന്ന് നോക്കട്ടെ. ബിക്കോസ് ഇതൊക്കെ തുടങ്ങി കൊണ്ടിട്ട് ദേ ആർ വെരി ബിസി, സ്റ്റാഫ്സ് ആർ വെരി ബിസി പാക്കിംഗ് ഫ്രം ദ മോർണിംഗ്. സോ ഞാനൊരു ജസ്റ്റ് നോക്കിയില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. ഞാനൊന്ന് നോക്കിയിട്ട് വരാം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, എപ്പോഴും നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ വീക്ക്ലി സ്റ്റോക്സ് വന്നുകൊണ്ടിരിക്കുക. ഇനി 2 ദിവസം ഇടുന്തോറും ന്യൂ സ്റ്റോക്സ് വരും ഈദായത് കൊണ്ടിട്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കിയാൽ ഞങ്ങൾക്ക് കളക്ഷൻസ് കാണാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, യൂട്യൂബ് ഷോർട്സിൽ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വെബ്സൈറ്റിൽ കയറി മേടിക്കാം. വെബ്സൈറ്റിൽ കയറി മേടിക്കാൻ പറ്റില്ലെങ്കിൽ വാട്സപ്പ് വഴി ഞങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഓക്കെ, സോ ഗൈസ്, അവിടുത്തെ കാര്യമൊക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1-2 ഷൂട്ടും ചെയ്ത്. പഠിച്ചോനെ ഫുൾ റഷ്, പോവാനും സ്ഥലമില്ല, പുല്ലൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ തന്നെ എനിക്ക് വിളി വന്ന് ആ ഒരു ടൈമിൽ എൻ്റെ മുത്ത് കരയണാണ്. ഇപ്പോൾ കുറേ നേരം കളിച്ച് പിന്നെ കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഞാനെല്ലാം വിട്ടിട്ട് വന്ന്. അപ്പോൾ ഇനിയും 1-2 ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ അവൻ കരയണ കൊണ്ടിട്ട് ഇത് കിട്ടൂല. പിന്നെ അവനൊന്ന് സെറ്റാക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യമൊക്കെ നോക്കാം. അപ്പോൾ തിരക്ക്. അപ്പോൾ നമുക്ക് പോവാം. എന്തിനാ കരഞ്ഞേ? വൈ ഡിഡ് യു ക്രൈ? യു മിസ് മമ്മ? യാ, you miss mama?
യു wanna go ടാറ്റ? ഞാൻ വീട്ടിൽ കയറിയതും എൻ്റെ മേത്തോട്ട് ചാടി ടാറ്റ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മേത്തോട്ട് ചാടി. The bike. ബൈക്ക് നോ ബൈക്ക്, ഇറ്റ്സ് ടു ഹോട്ട്. വിൽ ഗോ ഇൻ ദ കാർ. ഓക്കെ, ഇനി ടാറ്റ കൊണ്ടുപോയില്ലെങ്കിൽ അടങ്ങൂല. അതുകൊണ്ട് എന്തായാലും ബീഫൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ പോയിട്ട് ബീഫൊക്കെ മേടിച്ച് അതൊന്ന് സെറ്റിലാക്കി കൊണ്ടുവന്നിട്ട് വേണം അടുത്ത പണിക്ക് പോവാൻ. ബൈക്ക് വേണ്ട കുഞ്ഞേ, ബൈക്ക് വേണ്ട. Let's go. Dinosaur. Did you miss Mama? Thank you, Max. What are you saying? I don't understand. Manipaya. ഗൈസ്, നമ്മൾ വീടെത്തി. ബീഫൊന്നും കിട്ടിയില്ല. അപ്പോൾ ഓൾറെഡി നമ്മളവിടെ പൊട്ടിരിക്കുമ്പോൾ ബേബി ചിക്കൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ എത്തി. അപ്പോൾ പകുതി പ്രൊസീജിയേഴ്സ് ഓൺ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പോവാം. ബിക്കോസ് സോനു പിള്ളേരെ ട്യൂഷനാക്കാൻ പോയി. അപ്പോൾ ആ സമയം വേസ്റ്റ് ചെയ്യാണ്ടല്ലോ. സോ ഇന്ന് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറി, ചിക്കൻ കട്ട്ലേറ്റ്, പ്രോൺസ് സമോസ മതി. സ്ട്രോബെറി ഷേക്ക്, നാരങ്ങ വെള്ളം, പത്തിരി, ചിക്കൻ കറി. അൽഹംദുലില്ലാ. അപ്പോൾ ഇതൊന്ന് ടൊമാറ്റോ ഒക്കെ നല്ലോണം വേവട്ടെ. ശരി. സോന് ക്യാപ്സിക്കം കട്ടാക്കി വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം ഇടാൻ. പിന്നെ ഒരു പൊട്ടറ്റോം നമ്മൾ ഇട്ടിട്ടുണ്ട്. നല്ല കുരുങ്ങി കിട്ടും കറി. ഗൈസ്, ഇന്നലെ നമ്മൾ ഗ്ലാസ് മേടിക്കാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പം ഞാൻ ബേബി പുറത്ത് പോയപ്പോൾ ഒരു 2 സെറ്റ് ഗ്ലാസ് മേടിച്ചിട്ടുണ്ട്. What did you say, Mama? കേക്ക് ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാൻ ഇപ്പം കേക്ക്? ഐ ഡോണ്ട് ഹാവ് കേക്ക്. സ്റ്റിക്കേഴ്സ് റിമൂവ് ചെയ്യലാണ് പണി. Oh, where is my Ebu? I can't find you. Where is my Ebu? What are you doing, Ebu? Yeah. Be careful, my baby. ഇത് ഇനി എപ്പോൾ പൊട്ടോ ആവും. ഉള്ള ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് വെച്ചേക്കും നമ്മൾ. ഇനി ഇത് പൊട്ടാതിരുന്നാൽ മതി. ഓക്കെ, 2 സെറ്റ് 12 ഗ്ലാസ്സസ്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഒക്കെ നല്ല സ്ക്വീസി ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാം നമുക്ക്. അപ്പോൾ സോനു പിള്ളേരെ സ്കൂളിൽ നിന്ന് ട്യൂഷനാക്കി വന്ന്, അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയമാവും ഗൈസ്. അപ്പോൾ സോൺ ചിക്കൻ കറി വെക്കുവാണ് അതിൻ്റെ കണ്ടിന്യൂഷൻ. അപ്പോൾ ഞാൻ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ബീഫായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ നമ്മുടെ മുതലാളി കുറെ ഹോൾസെയിൽ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം മാനേജ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. അതെ, ഫുള്ള് ഇത്തിരി ലൈറ്റ് ആയി പോയി. അപ്പൊ സോനു ഇവിടെ ചിക്കൻ വന്നത് ചിക്കൻ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഫുള്ള് വൃത്തിയായിട്ട് മസാല ഒക്കെ എടുത്തോണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണത്? നീ മസാലപ്പൊടികളൊക്കെ നീ കംപ്ലീറ്റ് ബോട്ടിലേക്ക് മാറ്റുന്നത് അല്ലേ? അല്ലേ? അതല്ലേ ഇപ്പൊ ചെയ്തോണ്ടിരുന്നത്? അല്ല, നീ ഇപ്പൊ ചെയ്തോണ്ടിരുന്നതല്ലേ? ചെയ്തോണ്ടിരുന്ന ഞാൻ ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ നീ വേറെ മസാല നീ മിക്സ് ഞാൻ അതിലോട്ട് ഇടാതെ നേരെ ഇതിലിട്ട് ഓരോരോ പൊടി താടിക്കാതെ എല്ലാ പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം മിക്സ് ആക്കിയിട്ട് എന്നിട്ട് എല്ലാം കൂടി ഇട്ട് മൂപ്പിക്കും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വേറെ ടേസ്റ്റ്. അല്ല, എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു അന്ന് നീ വെച്ചത്. ആ ഗ്രേവി അടിപൊളിയാ, കിടിലൻ ഗ്രേവിയാ. സോനു സ്പെഷ്യൽ ഗ്രേവി. തക്കാളിയൊക്കെ അരിഞ്ഞ് നോക്ക് നോക്ക്. ഈ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തക്കാളി ആണെന്നല്ലേ വിചാരിക്കുള്ളൂ. തക്കാളി കാണാത്തോണ്ടാ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് അടുക്കളൊക്കെ വന്നിട്ടൊന്ന് മുറിച്ചിട്ടൊക്കെ തരണം. ഹലോ, നമ്മളൊക്കെ കുറച്ച് ബിസിനസ്സിലൊക്കെ ഇത്തിരി തിരക്കിലായി ഇപ്പൊ എന്ത് ചെയ്യാനാ? ബിസിനസ്സും നോക്കും, നമ്മ വീടും നോക്കും. നിങ്ങൾ ഓൾറൗണ്ടറാണ്. ഞാൻ ഓൾറൗണ്ടറും മറ്റേ സ്ക്വയറും എല്ലാമാണ്. പോരെ, റെക്ടാങ്കിളും എല്ലാമാണ്.
പക്ഷെ ഒരു ബീഫ് ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു വൈബില്ല. ചിക്കൻ നല്ലതായിട്ടൊക്കെ ഉണ്ട്. ബീഫ് കണ്ടിട്ടുണ്ട്. അതെ അതെ, എനിക്ക് ബീഫ് കട്ട്ലറ്റ് ആണ് ഇഷ്ടം. രാവിലെ പോയിട്ട് മേടിക്കണം. ഇന്ത്യാന ബിസി ആയി പോലെ നിങ്ങൾ എന്ത് ഇന്ന് ഫുള്ള് ബേബെടുത്താണ് എന്റെ ബൂട്ട് സ്വിറ്റ്സ് ഒക്കെ. ഒരു ഷൂട്ട് ചെയ്ത ക്ലിപ്പിങ്സ് ഒക്കെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നേരത്തെ ബീഫ് മേടിക്കാൻ പോകുമ്പോ 10 മിനിറ്റിനോട് ക്ലിപ്പിംഗ് കാണുന്നില്ല. അപ്പൊ നീ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ റെക്കോർഡൊക്കെ ചെയ്താണ് എനിക്ക്. അപ്പൊ അത് ലോഡ് ആയിട്ടുണ്ടാവും. ലോഡൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ പറയണ്ടേ, ഐ വാസ് ടോട്ടലി പിസ്ഡ് ഓഫ്. ബേബിയുടെ ആ ഒരു എക്സ്പ്രഷൻ. അപ്പൊ ഞാനിങ്ങനെ എന്റെ അടുത്ത് ഇതെല്ലാം പറയാം. അപ്പൊ ഞാനിങ്ങനെ എടി ഞാനെന്തേലും ഞാനല്ലേ കൊണ്ടേക്കളത്, നീയല്ലേ കൊണ്ടേക്കളത്. അപ്പൊ നീ നോക്ക്, നീ എന്തിനാ എന്റെ അടുത്ത് ചൂടാണ്. പിന്നെ ആരുടെ അടുത്താ കാണിക്കണ്ടേ? അവസ്ഥ നോക്കണേ. അങ്ങാടി തോറ്റെങ്കിൽ അമ്മയുടെ അഞ്ചത്തെന്ന് പറഞ്ഞല്ലേ അവിടെ കെട്ടിയ അഞ്ചത്തെ. എന്റെ 6 മിനിറ്റ് സോനുന്റെ കഥാപ്രസംഗം പറഞ്ഞത്. കഥാപ്രസംഗം എന്റെ ഹെൽത്തിനെ കുറിച്ചൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂല്ലോ ഇതൊക്കെ. കാണിക്കാ സ്പെഷ്യൽ കുറുക്ക് സോനുനെ കാണിക്കുന്നത്. സോന് കാണിച്ചാലുള്ള സോനന്റെ സ്പെഷ്യൽ ആൾക്കാർ കാണുള്ളൂ. അത്രേ ഉള്ളൂ അല്ല സോനു? ഇതാണ് ഞാൻ ഇതില് ഞാൻ പോയ ടൈമില് മഷീൻ ഓഫ് ചെയ്താലേ കരിഞ്ഞു പോകും. ടൊമാറ്റോ ക്യാപ്സിക്കോണോ? ടൊമാറ്റോ എല്ലാവരും വാട്ടർ ബോട്ടിലായിട്ടൊക്കെ വന്നിട്ടുണ്ട്. Soda water. Soda, no soda. No soda. Kids will not drink soda. It's not good. Soda. No soda. Soda is not good. Soda. No soda. Look. New water bottle, yeah? Mama ordered new water bottle. Yes. Yes. കാണിച്ചത് അങ്ങനെ ഇങ്ങനെ ഇളക്കി ഇതിന്റെ പച്ചമണം മാറുമ്പോൾ നമ്മുടെ ചിക്കൻ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് ഇടും. ചിക്കൻ കുഞ്ഞുങ്ങളാ? കുഞ്ഞു പീസുകളെന്ന് ഉദ്ദേശിച്ചത് ചിക്കൻ പീസുകൾ. ചിക്കൻ കറി പീസ്. ചിക്കൻ കറി പീസ് ഇതിലോട്ട് ഇട്ട് അതിൽ വെള്ളം ഒഴിച്ച് കുക്കറിലല്ല വെക്കണം. ഓപ്പണായിട്ട് I don't like cook. ഓപ്പണായിട്ട് തന്നെ ചോറ് എപ്പോഴും കുക്കറിലാണ്. Water bottle? Okay. Mama. Open it. I will help you. Okay. I have a children. ഓപ്പൺ. യെസ്. ഓക്കെ. Okay. Okay. Are you happy? നല്ല വെള്ളമാണോ അത് അതിൻ്റെ ഉള്ളിൽ? നല്ലോണം. See, mashed potatoes. Okay. Okay. എല്ലാവർക്കും ഉണ്ടാക്കാനറിയാലോ. സവാള, പച്ചമുളക്, ഓയിലിട്ടിട്ട് ഒന്ന് വാട്ട, ഉപ്പിടുക, പെപ്പർ പൗഡർ ഇടുക, Okay. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ ഇച്ചിരി ഇടുക, ബോയിൽ ചെയ്ത അതിൻ്റെ അടിയിൽ നിന്ന് തട്ടിയിട്ട് ബോയിൽ ചെയ്ത മാഷ്ഡ് പൊട്ടാറ്റോ. ഇതാണ് പ്രശ്നം. ബിസി ഹലോ. ഇതെല്ലാം ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ സോനു എണ്ണയൊക്കെ വെച്ച് പൊരിക്കാനുള്ള ശ്രമത്തിലാണ്. ഞാൻ ആ ഗ്യാപ്പിൽ എബിന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. സോനു എണ്ണ വെച്ച് കുളിക്കാൻ പോണെന്ന് പറയണോ? അതിനൊക്കെ സമയമില്ല, ഇപ്പൊ കുളിക്കാൻ സമയമില്ല. എന്നിട്ടറിയാം എണ്ണ തെച്ച് കുളിക്കാൻ പോകണം. കത്തിക്കരുത് എൻ്റെ സമോസ. അപ്പൊ ഞാൻ എബിന് ഫുഡ് കൊടുക്കട്ടെ. അപ്പൊ അവന് ചോറ് കഴിച്ചിട്ടില്ല. അപ്പൊ അവന് ചോറ് കൊടുത്തിട്ട് വരാം ഞാൻ.
ബ്ലൂബെറി നോ ദാറ്റ്സ് ഡേറ്റ്സ് Dates. ഡാഡിയുടെ പ്ലേസ് മാറ്റിയല്ല സിറ്റ് എബ്രു ഡാഡി അവിടെ ഇരിക്കട്ടെ എബ്രു ഗോ ഡാഡി ഇരിക്കട്ടെ അവിടെ Daddy finger. ഒന്നും കേൾക്കൂല അവൻ. Finger. അവനെല്ലാവരും സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഓക്കെ Ebu sit here. Ebu sit here. Come. Daddy. Sit there. ഓക്കെ അപ്പു You come here. ഓക്കെ Come. സിറ്റ് വിത്ത് ഇമി Imi. Come with Imi. Alla, come with Imi. Come sit with me. Come, come, come. ഒന്നും കേൾക്കൂല ഒന്നും കേൾക്കാതെ ചെവി കെട്ടണം. ഗായ്സ് ഡിഡ് യു ലിസൺ സംതിങ് അയ്യേ ഇഷ്ടല്ല കളിയാക്കണത് ഇച്ചിച്ചി. വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ കൊതി കിട്ടോ നമുക്ക് Actually, yummy. യമ്മി യമ്മി ഗായ്സ് ഡിഡ് യു മിസ് സംബഡി നമ്മള് കിഡ്സ് ഇല്ല ട്യൂഷന് പോയിരിക്കുക അവരവിടെ തന്നെ നോമ്പ് തുറന്നിട്ട് വരും എന്നിട്ട് സ്നാക്സ് ഒക്കെ നമ്മൾ വെക്കും 7 മണി. Let's try that. മോൾ Let's try that. അപ്പൊ നമ്മുടെ ഐറ്റംസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ 35 ആണ് ഇനിയുണ്ട് നമ്മുടെ 34. 35 അപ്പൊ നിങ്ങ എൻ്റെ വീട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് കണ്ടിട്ട് വരൂ അപ്പൊ നോമ്പ് തുറക്കാനുള്ള സമയമാവും എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ മാംഗ്ലൂർ അപ്പൊ നമുക്കൊന്ന് മാംഗ്ലൂർ വരെ പോയിട്ട് വന്നാലോ അവിടെ ഉണ്ടാ ക്ലിപ്പ്. യെസ് നമുക്ക് മാംഗ്ലൂർ വരെ ഒന്ന് പോയിട്ട് വരാം ആഹാ ഇവിടെ ഫ്രൈ ചെയ്യാനൊക്കെ തുടങ്ങിയല്ലോ നല്ല ചീൻചട്ടിയിലിട്ടിട്ടാണല്ലോ ഫ്രൈ ചെയ്യണം അമ്മയുടെ ചിക്കൻ സമോസ വാവ് അടിപൊളിയാണ് ഗൈസ് ഞാൻ മമ്മടുത്ത് പറഞ്ഞു റെസിപ്പിയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തു വന്നു ആഹാ അടുത്ത കട്ട്ലെറ്റ് ഇത് ശാല സ്പെഷ്യലായിരിക്കും ക്രംസൊക്കെ ഇട്ടിട്ടുള്ള കട്ട്ലെറ്റൊക്കെ മുമ്പ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല നോമ്പിൽ ഈയിടെയായിട്ടാണ് ഇവരൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് മമ്മയുടെ ചിക്കൻ സമോസ കണ്ട് എനിക്ക് കൊതിയാവണം മമ്മ ഐ മിസ് ഇറ്റ് അപ്പോൾ അടുത്തത് മമ്മ ചിക്കൻ സുക്ക വെച്ചിട്ടുണ്ടല്ലോ പത്തിരിൻ്റെ കൂടെ കഴിക്കാൻ ഓ മൈ ഗാഡ് പൊളിയായിരിക്കും ഇതൊക്കെ വീട്ടിൽ പോയിട്ട് ഒരു നോമ്പ് തുറക്കണം ആൻഡ് ദിസ് ഈസ് ചീര ഉലത്തിയത് പിന്നെ പപ്പക്ക് കഞ്ഞൊക്കെ വേണം അതുകൊണ്ട് എന്തെങ്കിലും ഉലത്തൊക്കെ ഉണ്ടാവും ഐ തിങ്ക് ദിസ് ഈസ് മുസംബി ജ്യൂസാന്ന് തോന്നുന്നു ആൻഡ് യാ ഇവരുടെ നോമ്പ് തുറം അടിപൊളിയാണ് എൻ്റെ പപ്പനെ കണ്ടില്ലല്ലോ പപ്പ ഓതിക്കൊണ്ടിരിപ്പുണ്ട് അതന്നെ പറഞ്ഞില്ലേ പപ്പ ബാങ്ക് ആവണ വരെ ഓതിക്കൊണ്ടിരിക്കും കുറേ കഥയൊക്കെ ഓതും പപ്പ നമ്മളൊക്കെ ഒരു കഥ തന്നെ കംപ്ലീറ്റ് ആക്കണ വലിയ പാടല്ലേ പപ്പ അങ്ങനെയല്ല പപ്പ ഇങ്ങനെ ഫ്ലുവൻ്റായിട്ട് ഓതും മാഷാ അല്ലാ പപ്പ മമ്മക്ക് വേണ്ടി ദുആ ചെയ്യെല്ലാവരും അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ സ്പെഷ്യൽ ഇന്ന് അടിപൊളിയല്ലേ മറ്റേ കരിക്കിൻ്റെ സർബത്തൊക്കെ ആഹാ ഇതാരും മുതലാളി അമ്മുഷ് അല്ല ഇരുന്ന് കഴിക്കാറൊക്കെ ആയി മാഷാ അല്ലാ ഐ മിസ് ഹർ അതാണ് വിശേഷം കഴിക്കൂ നമ്മളൊക്കെ ആദ്യം തന്നെ ഹെൽത്തി ബേബി പറഞ്ഞില്ല സ്ഥിരം ഡയലോഗ് അൽഹംദുലില്ലാ അങ്ങനെ ആദ്യത്തെ ഓക്കെ കഴിക്കുക അൽഹംദുലില്ലാ നമ്മുടെ ആദ്യത്തെ നോമ്പ് തുറന്നു കഴിഞ്ഞു കൊള്ളട്ടോ പ്രോൺസ് ഇഷ്ടപ്പെടുന്നു അപ്പൊ ഈ പ്രാവശ്യം നമ്മളിവിടെ നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മുടെ ബ്ലിങ്ബേയുടെ ഒരു സ്റ്റാഫും കൂടെ ഉണ്ട് എല്ലാരും ആരാണ് അപ്പുറത്തിരിക്കണ ആരാണെന്ന് ചോദിക്കണം അതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് പറയുന്നത് അല്ലേ ആൾക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതുകൊണ്ടിട്ടാണ് നമ്മള് കാണിക്കട്ടെ സോസ് ഇടുമ്പോൾ കൊള്ളാം ദിസ് ഇസ് ഗുഡ് പക്ഷെ ഐ ലൈക്ക് ചിക്കൻ സമോസത്തിൽ എനിക്ക് ചിക്കനാണ് ഇഷ്ടം കട്ട്ലറ്റിൽ എനിക്ക് ബീഫാണ് ഇഷ്ടം ഇത് ട്രൈ ചെയ്യട്ടാം ചില പ്രോൺസ് ലവേഴ്സിന് ഇഷ്ടപ്പെടും മസാല നല്ലതായിട്ട് കൊള്ളാം ചിക്കൻ കട്ട്ലറ്റ് അടിപൊളി പിന്നെന്താക്കണം പ്രോൺസ് കട്ട്ലറ്റ് എടുക്കൂ ആഹാ അടുത്ത കട്ട്ലറ്റിൽ തന്നെയാണ് കൈ പോണേ അല്ല ഇതല്ലേ ഇത് പ്രോൺസ് കട്ട്ലറ്റ് എന്നാ പറഞ്ഞ എന്റെ അടുത്ത് നോ പ്രോൺ സമോസ സമൂസ എന്നാണ് പറഞ്ഞത് ചിക്കൻ കട്ട്ലറ്റ് പ്രോൺ നിങ്ങൾ അത്
ചിക്കൻ കട്ട്ലറ്റ്, ഇത് പ്രോൺ സമോസ. പ്രോൺസ് ചിക്കൻ അല്ലേ? പ്രോൺസ് കട്ട്ലേറ്റ് പോയിട്ടുണ്ടോ? സോന കഴിക്കണ്ട. സോനെ കാണിക്കാം. കേട്ടോ. സോസിന്റെ ടേസ്റ്റ് എല്ലാവരും മീറ്റ് ഉണ്ട്, ഫിൽഡ് ആണ് മീറ്റ്. പറയൂ പറയൂ. എനിക്ക് ചിക്കൻ ഇഷ്ടം. ചിക്കൻ സമോസ. സീ ഫുഡ് ലവ് ഭയങ്കര ഇഷ്ടപ്പെടും, മസാല കൊള്ളും. പക്ഷെ നമ്മ എപ്പോഴും ചിക്കൻ തിന്നണമെന്ന് നമുക്ക് ചിക്കൻ ഇഷ്ടപ്പെടുള്ളൂ. Okay. Let's go back and doing the water. Water. Do you want water? It's water. Not water. That's water finish. Not water. Finish. അങ്ങനെ പെടാനുള്ളതൊന്നുമില്ല കേട്ടോ. Water. ഐ ലൈക്ക് ഇറ്റ്, ബട്ട് എനിക്ക് മോർ ഇഷ്ടം ചിക്കൻ. ആ ചെമ്മീടെ ഫ്ലേവർ ഇങ്ങനെ വരും, എനിക്ക് അങ്ങനെ ഫ്ലേവർ അതന്നെ ഓർഡർ ടു ട്രൈ ദാറ്റ് ബിക്കോസ് ഇറ്റ്സ് എ ഡിഫറെന്റ് റെസിപ്പി. സീ ഫുഡ് ലവേഴ്സിനും പിന്നെ പ്രോൺസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഞങ്ങൾക്ക് പിന്നെ സമൂസ എന്ന് പറയുമ്പോൾ വി ലവ് ചിക്കൻ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചാള സമൂസ എനിക്ക് തോന്നി ഞാൻ ചെയ്യും. വെറൈറ്റി ഓഫ് തിങ്സ് നമ്മൾ ട്രൈ ചെയ്യണ്ടേ. ഇന്ന് എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഒന്നിലൊതുക്കി. ഇൻഷാ അല്ലാ നാളെ മുതൽ നമുക്ക് വേറെ വേറെ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ റംദാൻ 1 വീഡിയോ ആൻഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവൂല. നല്ല നല്ല മനസ്സിന് നിറഞ്ഞ കമന്റ്സ് ഇട്ടോളൂ. ആൻഡ് ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റൂല ഈ പ്രാവശ്യം. ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റൂല ഈ പ്രാവശ്യം. സ്വതക്ക കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബിനോസിന് ഐ മീൻ ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ 1000 rupees വെച്ചിട്ട് ഡെയിലി കൊടുക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാ. ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിൽ കമന്റ് ഒക്കെ ഇടാം. അതൊരു സ്വതക്കായിട്ടാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. വിൽ സീ യു ഓൾ ടുമോറോ. ബൈ.